വെൽക്കം ബാക്ക്. നമ്മളൊന്ന് ട്രിവാൻഡ്രം പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കോരിച്ചൊരിയുന്ന മഴ മഴ മഴ. നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഞങ്ങളങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ നിന്നു, ചായയൊക്കെ കുടിച്ചു. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോന്നു. ഇവിടെ ഇപ്പം കൊല്ലമായിട്ടുണ്ട്. കൊല്ലം ബൈപ്പാസിലൂടെയുള്ള യാത്രയാണ്. നീണ്ടകര എത്താറായിട്ടുണ്ട്. നന്നായി വിശക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും നല്ല ഹോട്ടൽ കണ്ട ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ നല്ല ഹോട്ടലുകൾ നോക്കി ഇങ്ങനെ യാത്ര തുടരുകയാണ് ഗൈസ്. ഹോട്ടലുകൾ നോക്കിയിട്ടാണെങ്കിൽ കാണുന്നില്ല. എൻഎച്ചിലായതുകൊണ്ട് ഹോട്ടലുകൾ കുറവാണ്. അങ്ങനെ എത്തി ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു ഞങ്ങൾ. നന്നായി വിശന്നായിരുന്നു. അവിടെ നല്ല ബഫേ സൗകര്യമൊക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു. എന്താ അപ്പം, പൊറോട്ട, ദോശ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ സാമ്പാർ, ദോശ, നൂൽപുട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇടിയപ്പം എന്നാണ് പറയുന്നത്. ഇടിയപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പൊറോട്ടയും അപ്പവും ചിക്കൻ മുളകിട്ടതും സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളിതാ നല്ല വിശന്നിരിക്കുമായിരുന്നു. നല്ല വയറ് നിറയെ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ മുളകിട്ടത്. അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. കണ്ടാൽ നല്ല എരിവുള്ളത് പോലെയൊക്കെ തോന്നും, പക്ഷെ എരിവൊന്നുമില്ല. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റായിരുന്നു, പെരളനൊക്കെ പോലെ ആയിട്ട്. പൊറോട്ടയും അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട. അപ്പോൾ അതിലേറെ ടേസ്റ്റായിരുന്നു. ഞങ്ങളതൊക്കെ കഴിച്ചിറങ്ങി അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. തിരുവനന്തപുരം എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് മിനിസ്റ്ററുടെ ഓഫീസിൽ പോകണം. അവിടെ നിന്ന് മിനിസ്റ്ററുമായിട്ടൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ്, പ്രൊജക്റ്റ് സമർപ്പിക്കാനായിട്ടുള്ള പോക്കാണ് ഞങ്ങൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോരണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെത്തി. ഇനി അവിടെ എത്തിയിട്ടിനി ഉച്ചക്കുള്ള ലഞ്ച് കഴിച്ചിട്ട് വേണം മീറ്റിങ്ങിനായിട്ട് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ റഹ്മാനിയ എന്ന് പറഞ്ഞൊരു നല്ല ഹോട്ടൽ കണ്ടു. അവിടെ കയറി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഓർഡർ ചെയ്തു. നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആയിരുന്നു. ട്രിവാൻഡ്രത്ത് പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫ്ലേവറിലുള്ള അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു. പിന്നെ അതിനൊപ്പം നല്ല എന്തൊക്കെ കച്ചമ്പറുണ്ട്, പിന്നെ സലാഡുണ്ട്, ഒരു തരം നമ്മുടെ ഈ പുളിയിഞ്ചി പോലെ നല്ല രസമുണ്ട്. മധുരമുണ്ട്, എരിവും പുളിയൊക്കെ കൂടിയ ഒരു നല്ലൊരു പുളിയിഞ്ചി പോലത്തെ ഒരു അച്ചാർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി പിന്നെ പറയേണ്ട കേസ്, നല്ല വെന്ത ചിക്കനായിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. നല്ല ലഗൂൺ ചിക്കൻ ബിരിയാണി. പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ മീറ്റിങ്ങിന് പോകാൻ ടൈം ആവുന്നപ്പം വേഗം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയി. അവിടെ നിന്നായിരുന്നു മന്ത്രിയായിട്ടുള്ള മീറ്റ്. അങ്ങനെ അവിടെയാണ് ഇപ്പോൾ. ഞാൻ ഷോർട്ടായിട്ട് എടുത്തതാണ് ഫസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നു.
ബാക്കിയുള്ള വിശേഷങ്ങൾ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.